ഏവർക്കും ലെൻസ് ഓഫ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ടിപ്പറിലാണുള്ളത്. മുൻപ് വാഹന റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഐഷറിൻ്റെ പ്രോ 6028T എന്ന ടോറസ് ടിപ്പറാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കരിങ്കൽ ക്വാറികൾ, കൺസ്ട്രക്ഷൻ, മൈനിങ് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഹെവി ഡ്യൂട്ടി ടിപ്പറാണിത്. VEDX 7700 DC ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ ഹൃദയം. ഹെവി ലോഡും വെച്ച് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറുന്നതിനും ദുർഘടമായ ചെറിയ വഴികളുമൊക്കെ കൈകാര്യം ചെയ്യാനുമുള്ള ഇതിൻ്റെ കഴിവ് അതിശയിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ 8 സ്പീഡ് ഗിയർ ബോക്സും ഹെവി ആക്സിൽ ലോഡ് സപ്പോർട്ടും പവർ ഡെലിവറി ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിനും അതിൻ്റെ ഡിസൈനും ഒന്ന് നോക്കാം. സിംഗിൾ ക്യാബിനാണ്. ഡ്രൈവിംഗ് സീറ്റിൽ പിറകിൽ വലിയ സ്പേസ് ഒന്നുമില്ല. എങ്കിലും ക്യാബിൻ നല്ല രീതിയിൽ ഉയർന്നതും ഹൈ വിസിബിലിറ്റി നൽകുന്നതുമായ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഈ സെഗ്മെന്റിലെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ അത്ര മികച്ചതല്ല. എങ്കിലും റോഡിലെ ഗട്ടറുകളിലെ ആഘാതങ്ങൾ കുറയ്ക്കുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടർബോ പവറിനെ പറ്റിയാണ്. ഇതിൻ്റെ ടർബോ ചാർജിൻ്റെ പെർഫോമൻസ് ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. എത്ര വലിയ കുത്തുകയറ്റമാണെങ്കിലും ടർബോ ലാഗ് അനുഭവപ്പെടില്ല. പവർഫുൾ ആണ്. അതിനാൽ ഏത് ദുർഘടം പിടിച്ച റോഡും കയറ്റങ്ങളും ഡ്രൈവർക്ക് മികച്ച ആത്മവിശ്വാസം നൽകുന്നു. പിന്നെ ഇതിൻ്റെ ക്യാബിൻ വിസിബിലിറ്റി വളരെ നല്ലതാണ്. ഡ്രൈവർക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ക്യാബിനിലെ ടഫ് സസ്പെൻഷൻ അത്ര നല്ലതല്ല, അതൊരു പോരായ്മയാണ്. പക്ഷേ സീറ്റിംഗ് കംഫർട്ട് ഡീസൻ്റാണ്. പിന്നെ ഹാൻഡ്ലിംഗ്, അതാണ് സർപ്രൈസ്. ചെറിയ വഴികളും വളവുകളുമൊക്കെ ഡ്രൈവർക്ക് ഈസിയായി കൈകാര്യം ചെയ്യാനാകും.
8 സ്പീഡ് ഗിയർ ബോക്സിനോടൊപ്പം ഹെവി ആക്സിൽ ലോഡ് സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ ടോർക്ക് നിലനിർത്തുന്നു. 1100 Nm ആണ് ടോർക്ക്. മൈനിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ നേരത്തെ ഉണ്ടായിരുന്ന മാനിൻ്റെ വലിവിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും മാനിനോട് അടുത്തു നിന്ന് മുട്ടാവുന്ന ഒരു പോരാളിയാണ് ഇവനും. കുത്തനെയുള്ള കയറ്റമോ കല്ലും ചപ്പാത്തും ചെളിയും നിറഞ്ഞ റോഡുകളോ ഒന്നും വകവയ്ക്കാതെ ഇവൻ കുതിച്ചു കയറും. ടർബോ ചാർജർ എത്ര റെസ്പോൺസീവ് ആണെന്ന് ഇത് ഓടിച്ചവർക്കറിയാം. അതും ടർബോ ലാഗ് ഒട്ടുമില്ലാതെയുള്ള ഇവൻ്റെ പുള്ളിങ് പവറും. വോൾവോയിൽ നിന്ന് വന്നവനാണ്. അപ്പോൾ 700 cc എന്ന് പറയുന്നത് വെറും ഒരു നമ്പറല്ല, അവരുടെ കരുത്തും വിശ്വാസവും എക്സ്പീരിയൻസുമാണത്. പക്ഷേ പോസിറ്റീവ് പറയുന്നത് പോലെ തന്നെ ഒരു 50,000-60,000 കിലോമീറ്ററിന് ശേഷം പൊതുവെ കണ്ടുവരുന്ന 2-3 നെഗറ്റീവ് പ്രശ്നങ്ങളുമുണ്ട്. എങ്കിലും റെഗുലർ സർവീസും കൃത്യമായ മെയിൻ്റനൻസും ഉണ്ടെങ്കിൽ വെഹിക്കിൾ പെർഫെക്റ്റ് എന്ന് തന്നെ ഉറപ്പായി പറയാം. അങ്ങനെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പറഞ്ഞത് ക്വാറിയിലും ഹിൽ ടോപ്പുകളിലും മൈനിങ് റൂട്ടിലും ശക്തിയോടെ മുന്നേറുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു കിടിലൻ യാത്രയിൽ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.